ഈ കാടിൻ്റെ അപ്പുറത്തെ വശങ്ങളിൽ വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇണയെ വിളിക്കുവാണോ വല്ലതും ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് മേളിൽ കയറി ഇരിക്കുവാണോ? ഇതുണ്ടോ വേസ്റ്റ് ഇടുന്നുണ്ടോ, പ്ലാസ്റ്റിക് ഇടുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഇതുണ്ടോ പ്ലാസ്റ്റിക് ഇടുന്നുണ്ടോ? എൻ്റെ കാലിനെന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഞൊണ്ടുന്നുണ്ടോ? ഇതുണ്ടോ അതിൻ്റെ പീലി കണ്ടോ? ഇതുണ്ടോ എന്നാ നീളത്തിലാ അതിൻ്റെ പീലികൾ കിടക്കും. ഇത് നമ്മൾ ഈ പാസ് വേണം കേട്ടോ ഇപ്പോൾ വാൽപ്പാറയിലോട്ട് വരാനായിട്ട്. അവരോട് താഴെ മറ്റേ പുല്ല് ചെത്തുന്ന മിഷനാണ്. ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളിൽ ഈ കാട്ടികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ, ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു റൂട്ടിൽ നമുക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന്. ഹായ് ഓൾ, ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ജെല്ലിമല ലോഗോസിൽ നിന്ന് ഇറങ്ങി അവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചിന്നാർ വൈൽഡ് സാങ്ച്വറിക്കകത്തേക്കടെ നമ്മൾ നേരെ ആനമല ടൈഗർ റിസർവിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ചിന്നാറിൻ്റെ കാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുന്ന് നേരെ താഴെ ചെന്നിട്ട് ചിന്നാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ആനമല കയറി അവിടുന്ന് നേരെ വാൽപ്പാറ. അപ്പം ഇതിനിടയ്ക്ക് നമ്മളൊരു ഡ്രൈവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, കാട്ടിനകത്തേക്കടെ ഫുള്ളൊരു യാത്ര. അപ്പം നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനി എന്തൊക്കെ ആനിമൽസിനെ കാണാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റിലോട്ട് ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ആനമല കയറി നേരെ വാൽപ്പാറ കയറാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പം ഇന്നത്തെ സ്റ്റോറി നമ്മുടെ അതായിരിക്കും, ഒരു ഡ്രൈവിംഗ് സ്റ്റോറിയാണ്. അപ്പം നമുക്ക് നേരെ യാത്ര തുടങ്ങാം. അപ്പം നമ്മളിത് ഇപ്പോൾ ചിന്നാർ ചെക്ക് പോസ്റ്റിന് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം പെരിയകൊമ്പ് പോകാനായിട്ട് ഇവിടെ ഓഫീസിൽ വന്നിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തത്. അപ്പം നമ്മൾ ഇനി ഇവിടെ നിന്നാണ് പോകുന്നത്. ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇനിയിപ്പം നമ്മളിപ്പോ ചിന്നാർ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ തൊട്ടപ്പുറത്ത് തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അവിടെ 50 രൂപ ഫീസ് അടയ്ക്കണം. എന്നിട്ടാണ് നമുക്കിനി താഴോട്ട് ആനമല ടൈഗർ റിസർവിന്റെ അകത്തോട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന തമിഴ്നാടിന്റെ ചെക്ക് പോസ്റ്റ്. പോട്ടെ. ഇവിടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു. റിട്ടേൺ പോകും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആനമല ടൈഗർ റിസർവ് ആണ്. അപ്പോൾ ഇതിനകത്തേക്കടെ ഇവിടെ നമുക്കൊരു 50 രൂപ ബില്ല് പേ ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മളവിടെ ഇതെടുത്ത സമയത്ത്, ബുക്കിംഗ് എടുത്ത സമയത്ത് അവരിപ്പോൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ പൈസ മേടിക്കത്തില്ല. ആദ്യ ദിവസം നമ്മളെ നിന്ന് മേടിച്ചായിരുന്നു. നമുക്കിപ്പം നമ്മൾ പെരിയകൊമ്പ് താമസിച്ച സമയത്ത് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതി, അവർ കയറ്റി വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ റിട്ടേൺ തിരിച്ച് അവിടുന്ന് കയറി വരുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും കാട്ടിനകത്തോട്ട് കയറിയിട്ടുണ്ട്. എന്തെങ്കിലും ആനിമൽസിനെ കാണുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം ഈ സമയമായതുകൊണ്ട് ചിലപ്പോൾ കാണാനായിട്ടും വലിയ ചാൻസസ് കുറവായിരിക്കും. നമുക്ക് ഫസ്റ്റ് സൈറ്റിങ്സ് ആനയെ കിട്ടിയിട്ടുണ്ടേ, ഒരെണ്ണേ ഉള്ളൂ. ഈ കാടിൻ്റെ അപ്പുറത്തെ വശങ്ങളിൽ വേറെ ഉണ്ടോ എന്ന് അറിയത്തില്ല. കാടിനകത്ത് നിൽക്കുന്നുണ്ട്, നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഇണയെ വിളിക്കുവാണോ വല്ലതും ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് മേളിൽ കയറി ഇരിക്കുവാണോ എന്ന് അറിയത്തില്ല. അപ്പുറത്തെ ഭാഗത്തുനിന്ന് വേറെ വെച്ചേക്കുന്നുണ്ട്. ഇണയെ വിളിക്കുവാണോ?
അപ്പുറ സൈഡിൽ നിന്ന് വേറെ ഒച്ച കേൾക്കുന്നുണ്ട്. ഒന്നും ചെയ്യണ്ട. ഇതുണ്ടോ വേസ്റ്റ് ഇടുന്നുണ്ടോ, പ്ലാസ്റ്റിക് ഇടുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഇതുണ്ടോ പ്ലാസ്റ്റിക് ഇടുന്നുണ്ടോ? ഇതുണ്ടോ? അവിടുന്ന് ഇറങ്ങി കേട്ടോ. ഇപ്പം ആനമല ടൈഗർ റിസർവിൽ നിന്ന് ഇറങ്ങി ഇനി ഇവിടുന്ന് കറങ്ങി അപ്പുറത്തെ വശത്ത് വരണം. അതായത് ആനമല ടൈഗർ റിസർവിൻ്റെ അപ്പുറത്തെ വശത്ത് വാൽപ്പാറയിലേക്ക് പോകാനായിട്ടുള്ള എൻട്രൻസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എടുത്ത് കിട്ടിയാണ് ഒരു പന്നി. എൻ്റെ കാലിന് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണോ ഞൊണ്ടുന്നുണ്ടോ? കാലിന് എന്തോ പരിക്കുണ്ട്. കാരണം ഞൊണ്ടി പോകുന്നുണ്ട്. ആ മയിലിന്റെ പീലി കണ്ടോ? എന്ത് നീളമാണ് കണ്ടോ? അതിന്റെ പീലി കണ്ടോണേ? ഇതുണ്ടോ എന്നാ നീളത്തിലാ അതിന്റെ പീലികൾ കിടക്കുന്നത്. ഇതിന്റെ പീലി കണ്ടോ? ഇതുണ്ടോ? നമ്മൾ ഇപ്പം ആനമല ടൈഗർ റിസർവിന്റെ വാൽപ്പാറയിലോട്ട് കയറാനുള്ള എൻട്രൻസിന്റെ അവിടുത്തെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി ചെക്ക് ചെയ്ത് നമ്മൾ ഈ പാസ് വേണം കേട്ടോ ഇപ്പോൾ വാൽപ്പാറയിലോട്ട് വരാനായിട്ട്. അതെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വണ്ടി ഇവിടെ ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്യാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് വേണം മേലോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ ഇവർ ഈ പാസ് നമ്മളെ നോക്കുന്ന ആൾക്കാരാണ്. ഈ പാസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നമുക്കത് കാണിച്ചിട്ട് മുന്നോട്ട് പോകാം. ഒന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാം. ഒരാൾക്ക് 30 രൂപ. അപ്പോൾ ഞങ്ങൾ 2 പേരുണ്ട്. 60 രൂപ. പിന്നെ ഒരു വണ്ടിക്ക് കാറിന് 50 രൂപയാണ്. അപ്പോൾ മൊത്തം 110 രൂപ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് പോകാം. ഈ കാണുന്ന ആളിയാർ ഡാമാണ്. അപ്പോൾ ഇവിടെ ദാണ്ട് അവിടെ എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ടിക്കറ്റ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. അപ്പോൾ അവിടുന്ന് വേണമെങ്കിൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള ചെറിയ പ്ലേ ഗ്രൗണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പാർക്ക് പോലൊക്കെ ഉണ്ട്. നമ്മളിനിയിപ്പം മുന്നോട്ട് പോവുക. അപ്പം നമുക്ക് പോയിട്ട് വാൽപ്പാറയുടെ പ്രാന്തപ്രദേശങ്ങൾക്കൊക്കെ ഒന്ന് കറങ്ങി എന്തെങ്കിലും ആനിമൽസിനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം നമ്മൾ എന്തായാലും ആനയെ കണ്ടല്ലോ. ഇനിയിപ്പം മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് വാൽപ്പാറയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം ഇതിൽ ഈ റൂട്ടിൽ വരയാടിനെ കാണേണ്ടതാണ്. ഇപ്പോൾ വെയിലായതുകൊണ്ട് ഈ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷെ മേളിൽ ചെന്ന് കഴിഞ്ഞാൽ കാട്ടിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം നമുക്ക് എന്തായാലും മേളിലോട്ട് പോവാം. നമുക്ക് അടുത്ത് കിട്ടിയാണ് ഈ സിംഹവാലം കുരം. നമ്മൾ മറ്റേ ബാലാജി ടെമ്പിളിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കിട്ടിയാണ്. അവരവിടെ താഴെ മറ്റേ തേയിലയുടെ ഇത് മിഷൻ അടിക്കുന്നുണ്ട്. അവരവിടെ താഴെ മറ്റേ പുല്ല് ചെത്തുന്ന മിഷനാണ് അടിക്കുന്നത്. അതിന്റെ ഭയങ്കര സൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. നമുക്ക് വരുന്ന വഴിക്ക് കിട്ടിയാണ് കാട്ടുകളെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ തേയിലത്തോട്ടം ഇരിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്.
കിട്ടും കേട്ടോ. ഇത്രയുണ്ട്, ഇതിങ്ങനെ കൂട്ടമായിട്ട് നടക്കുന്നത്. അങ്ങ് മണ്ടയ്ക്ക് ഒരു മെയിൽ നിൽപ്പുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ തേയിലത്തോട്ടങ്ങളിൽ ഈ കാട്ടികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഈ രാവിലെ സമയങ്ങളിലും വൈകുന്നേരം സമയങ്ങളിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാട്ടികളെ നമുക്ക് ഇതുപോലെ തേയിലത്തോട്ടങ്ങളിൽ പുല്ല് മേഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ ഇവിടെ. വാൽപ്പാറയ്ക്ക് വരുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് മറ്റേ വരുന്നൊരു വഴിയുണ്ടല്ലോ, നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിന് അവിടുന്ന് വലത് കയറി വരുന്നത്. അപ്പം നേരെ വാൽപ്പാറ ടൗണിൽ വരും. അത് റിട്ടേണ് ഇപ്പം വാൽപ്പാറ ടൗണിൽ നിന്ന് അങ്ങോട്ടേക്കൊക്കെ ഉള്ള റൂട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്ഥിരമായിട്ട് ആനിമൽസിനെ എന്തെങ്കിലും കാണുന്ന റൂട്ട് ഇതാണ്. അപ്പം നമുക്ക് ഈ വഴി ആദ്യം ഒന്ന് പോയി നോക്കാം. അത് നല്ല മുടി വ്യൂ പോയിന്റ് പോകുന്നതൊക്കെ റൂട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെയാണ് സ്ഥിരമായിട്ട് നമുക്ക് ഈ ആനിമൽ സൈറ്റിങ്സ് കിട്ടുന്നത്. ആനയും അതുപോലെ തന്നെ കാട്ടിയൊക്കെ ഈ റൂട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ റൂട്ടൊന്ന് പോയി നോക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ ഈ ഒരു റൂട്ടിൽ നമുക്ക് മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആനിമൽസിനെ കാണാൻ പറ്റുമെന്ന്. ഞാൻ ഈ റൂട്ടിൽ നിന്നാണ് വാൽപ്പാറയിൽ നിന്ന് ആനയെ കണ്ടിരിക്കുന്നത്. ഇപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് മിക്കവാറും കാണാറുള്ള കാട്ടുകളെയൊക്കെയാണ്. ഇതിപ്പോൾ നമുക്കൊരു കൊമ്പനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് കാടിൻ്റെ അവിടെ നിന്ന് പുല്ലൊക്കെ തിന്നിങ്ങനെ നിൽക്കുകയാണ്. ഒരൊറ്റയാന കേട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം 25-35 വയസ്സിനിടയ്ക്ക് പ്രായമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഒരൊറ്റ ഒരു കൊമ്പനാണ്. അവൻ്റെ കൊമ്പൊക്കെ കണ്ടോ. പ്രത്യേകിച്ച് ഈ റൂട്ടിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആനിമൽസിനെ ഈ റൂട്ടിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റൂട്ട് വരാൻ ശ്രമിക്കുക. കാരണം എനിക്കും എപ്പോഴും കിട്ടിയിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ്, ഈ ഒരു റൂട്ടിൽ. ഇവിടെ മിക്കവാറും ആനയും കാട്ടിയൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ഇത് നമുക്ക് അടുത്ത് കിട്ടിയ കേട്ടോ ഒരു കാട്ടിയെ, ഒരൊറ്റയാന കേട്ടോ. നമ്മളിങ്ങ് മലക്കപ്പാറ അടുക്കാറാകുന്നു, അപ്പോഴത്തേക്ക് കിട്ടിയതാണ്. കൊമ്പിരിക്കുന്നുണ്ടോ. നമുക്ക് വേറെയും പിന്നെയും 2 കാട്ടിയെ കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടം വരെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ധാരാളം ഇതുപോലുള്ള വീഡിയോസും ഫോറസ്റ്റേയും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടോ എന്ന് കയറി കാണുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരേക്കും ബൈ ബൈ.